എല്ലാവർക്കും നമസ്കാരം. 10ാം തരത്തിലെ കേരള പാഠാവലിയിലെ 1ാമത്തെ യൂണിറ്റ് ഭാഷാഭൂത്വം സംസ്കാരം തകർത്തു. അതിലെ കഥാസന്ദർഭം മലയാള സാഹിത്യത്തിലെ പ്രകാശഗോപുരം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഖസാക്കിന്റെ ഇതിഹാസത്തിൽ രവി ഒരു കഥ പറയാമെന്ന് പറയുമ്പോൾ കുഞ്ഞാമിനെ നിഷ്കളങ്കമായി പറയുന്നുണ്ട്, ആരും ചാകാത്ത കഥ. യുദ്ധത്തിന്റെ കഥകൾ കേട്ട് വിറങ്കലിച്ചു നിൽക്കുന്ന സമകാലിക ലോകത്തിൽ ഈ കഥാസന്ദർഭം എത്രമാത്രം പ്രസക്തമാണെന്ന് നമുക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ യുദ്ധം എത്രമാത്രം വിനാശകാരിയാണെന്ന് നമുക്ക് ചൂണ്ടിക്കാണിച്ചു തരുന്ന ഒരു കൃതിയാണ് നമ്മുടെ ഭാരതീയ ഇതിഹാസം മഹാഭാരതം. ആ മഹാഭാരതത്തെ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ആവിഷ്കരിച്ച കൃതിയാണ് നമ്മുടെ മലയാള ഭാഷയുടെ പിതാവായ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛന്റെ മഹാഭാരതം കിളിപ്പാട്ട്. മഹാഭാരതം കിളിപ്പാട്ടിലെ കഥകൾ അതിമോഹനം എന്ന പാഠഭാഗം, അതിൽ യുദ്ധത്തിന്റെ അഭീകരമായ അവസ്ഥയിലെ വളരെ നിർണായകമായ ഒരു കഥാസന്ദർഭമാണ്. മഹാരഥനായ ഭീഷ്മ പിതാമഹർ വീണിരിക്കുന്നു. പെട്ടെന്ന് തന്നെ ഒരു നടപടി എടുക്കേണ്ടതുണ്ട്. ദുര്യോധനൻ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കർണനോട് ആ പദവി ഏറ്റെടുക്കാൻ പറയുകയാണ്. കർണനാകട്ടെ തൻ്റെ ഗുരുതുല്യനായ ശ്രേഷ്ഠനായ ദ്രോണാചാര്യനാണ് അതിന് ഏറ്റവും അർഹനെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ വിനയത്തോടുകൂടി അവിടെ നിന്ന് മാറി നിൽക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ സമകാലിക രാഷ്ട്രീയത്തിൽ അധികാരത്തിന് വേണ്ടിയുള്ള വടംവലികൾ കാണുമ്പോൾ നമ്മുടെ കർണന്റെയൊക്കെ പ്രവർത്തനങ്ങൾ എത്ര മാതൃകാപരമാണെന്ന് മനസ്സിലാവും. ഇപ്പോൾ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ നമുക്കറിയാം കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവാണ്. കിളിയെ കൊണ്ട് പാടിക്കുകയാണ്. ഈ കവിതയിൽ തന്നെ കഥകൾ അതിമോഹനം എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് അധ്യാത്മരാമായണത്തിലെ സുന്ദരകാന്ഡത്തിലൊക്കെ സകല സുഖ കുല വിമല തിലകിത കളേബരെ സാരസ്യ പീയൂഷ സാര സർവസ്വമേ കഥയ മമ കഥകളതി സാദരം കാകുൽസ്ഥലീലകൾ കേട്ടാൽ മതിവര. കഥകൾ അതിസാദരം മൊഴിയാൻ കിളിയെ ക്ഷണിക്കുന്നുണ്ട്. ഇവിടെയും തനിക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങളൊക്കെ ഒരുക്കി വെച്ച് ആ ബാക്കി കഥ കൂടി പറയാൻ കിളിയെ ക്ഷണിക്കുകയാണ്. ആ പൈങ്കിളി പെണ്ണിന്റെ മധുരമായ മൊഴിയിൽ നമുക്ക് ആ കവിത, ആ കഥാസന്ദർഭങ്ങൾ പറഞ്ഞു തരികയാണ് കവി. അപ്പൊ അത് കിളിപ്പാട്ടിന്റെ വൃത്തം എന്ന് പറയുമ്പോൾ കാകളി ഒരുപാട് വൃത്തങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ചൊല്ലി രസിക്കാൻ പറ്റിയ ഒരു ഈണത്തിൽ നിങ്ങൾക്ക് വേണ്ടി ചൊല്ലാൻ ശ്രമിക്കുകയാണ് ഞാൻ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും നിങ്ങളുടെ പ്രോത്സാഹനം പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് ഒരു വ്യത്യസ്തമായ ഈണത്തിൽ അത് കേട്ട് നോക്കാം. കഥകൾ അതിമോഹനം. പഞ്ചവർണ്ണ കിളി പെൺകിടാവെ തെളിഞ്ഞെഞ്ചു വീരണ്ടും കുളുർക്ക പറകനി നെഞ്ചം തെളിഞ്ഞു കുറുക്കിക്കൊഴുത്ത പാൽ പഞ്ചതാര പൊടി കുട്ടിക്കുഴമ്പാക്കി നല്ല കദളിപ്പഴങ്ങൾ തിരഞ്ഞു ഞാൻ മെല്ലെ തിരുമ്മിയുടച്ചു തേനും വീഴ്ത്തി വെല്ലവും ശർക്കരയും പൊടിച്ചിട്ടതിൽ വെള്ളിത്തളികയിൽ മേലിച്ചു വെവ്വേറെ വെച്ചിരിക്കുന്നതെടുത്തു ഭുജിച്ചാലും ഇച്ഛയാകുന്നതു ദാഹമുണ്ടെങ്കിലോ നീലക്കരിമ്പിന്റെ ചാറുമിളന്നീരും പാലും മധുവും കുടിച്ചാലുമാവോളം ഭീഷ്മ സമാനൻ അരിനിവഹത്തിനു ഭീഷ്മ ശരശയനത്തിന്മേൽ വീണാറെ തോറ്റ സുയോധനനാദികളാകെ 100 പേരെന്തൊന്നു ചെയ്തതു ചൊല്ലു നീ. അപ്പോൾ കിളി മറുപടി പറയുകയാണ്, ചൊല്ലുവാനാവതില്ലെങ്കിലോ മുട്ടൊട്ടു ചൊല്ലുന്നതുണ്ടു കനക്കെ ചുരുക്കി ഞാൻ വൻപനാം കർണനോടാശു സുയോധനൻ നൻപോടു സേനാപതിയാകനീയെന്നാൻ. കർണനും മന്ദസ്മിതം ചെയ്തു ചൊല്ലിനാൻ, കർണസുഖം ഞാൻ പറകയില്ലാരോടും. ദ്രോണരാമാചാര്യൻ താനിരിക്കേ എന്തു മാനിച്ചു മറ്റുള്ളോർ നിർത്തുന്നിതു പട. മന്നവ കേൾക്ക ഭരദ്വാജനന്ദനൻ ഇന്നുള്ള യോദ്ധാക്കളിൽ പ്രബലാധി
ഹരിക്കുന്നതുമുണ്ടു മന്നവ, സങ്കടമുണ്ടാകയില്ലേതും. മാനിയായുള്ള സുയോധനൻ ദ്രോണരെ സേനാപതിയായി അഭിഷേകവും ചെയ്താൻ. മാനിയായുള്ള സുയോധനൻ ദ്രോണരെ സേനാപതിയായി അഭിഷേകവും